അപ്പോൾ ഇതാണ് നമ്മുടെ പെരുമ്പിലാവ് ടൗണ്. ഇവിടെയാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി സമയം 6 മണി കഴിഞ്ഞു, 6:15 കഴിഞ്ഞു, 6:20 ആവുന്നു. നമ്മളിങ്ങനെ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് സൈക്കിൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്നിട്ടേ ബോറടിച്ചപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു സൈക്കിൾ സംഘടിപ്പിച്ചതാണ്. കുറച്ച് ദിവസം പകൽ സമയങ്ങളിൽ ഇങ്ങനെ മഴയുടെ ബാക്കി ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ റൈഡ് പോകാൻ വേണ്ടിയിട്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളുടെ ഓരോ ആയുധവും പുറത്തെടുത്ത് യാത്രകൾ ചെറിയ രീതിയിൽ ആരംഭിക്കുന്നുണ്ട്. പെരുമ്പിലാവ് ടൗണിൽ നമ്മൾ കയറി. നമ്മൾ ചാലിശ്ശേരി, പട്ടാമ്പി, കുട്ടനാട് റൂട്ടിലാണുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ വല്ലാതെ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തളരും. നല്ല കിതപ്പും നല്ല ദാഹവും അതോടെ നിർദ്ദിച്ചുള്ള കാലുവേദനയും പിന്നെ ഈ ഇരുത്തുണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമാണ്. മിസ്റ്റർ സനു, എണീറ്റാ? വെറുതെ റൈഡ് പോകണ്ട. എങ്ങനെ സൈക്കിൾ ഉണ്ടോ? ഇന്ന് പോയോ? ബൈക്കും പോയോ? ഞാനത് പെരുമ്പിലാവിൽ നിന്ന് ഇറങ്ങി ചാലിശ്ശേരി എത്താറായി. അങ്ങോട്ട് വരണ്ട, നമുക്ക് തീർത്താല പോവാം. വേഗം പല്ല് വെച്ചിട്ട് ഇറങ്ങ്, ചായ പുറത്ത് കുടിക്കാം. അങ്ങനെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വിട്ടിട്ട് നമ്മളിത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് ചാലിശ്ശേരി തണത്തറ പാലം. മഴ പെയ്ത് തോടും പാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ മീൻ പിടിക്കുന്നവരും വലയിടുന്നവരും അങ്ങനെ പകലുണ്ടാവുമെന്നറിയില്ല, എന്നാലും കാണും. കുറേ കാഴ്ചകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വില്ലന്മാർ സൈക്ലിംഗ് ചെയ്യുന്ന ഏറ്റവും വലിയ ശത്രുക്കളാണിത്. പിന്നാലെ ഓടും. സൈക്കിൾ ആൻഡ് പ്ലേ കാസ്റ്റ് യു ഹബ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സൈക്കിൾ ഷോപ്പാണ്, പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സോറി കൂട്ടത്തിൽ പറയുകയാണ്. ഇതാണ് ഞങ്ങളുടെ ദേശക്കാരുടെ അമ്പലം. 3 ജില്ലയും കൂടുന്ന തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ഡിസ്ട്രിക്റ്റ് 3ഉം കൂടി ചേരുന്ന ഈ ഒരു സ്പോട്ടിലുള്ള മെയിൻ അമ്പലമാണിത്. മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്രം. ഇപ്പോൾ ചാലിശ്ശേരി മണ്ണിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിഞ്ഞു വരുന്നുണ്ട്, ആരും പേടിക്കണ്ട. ഇന്ന് എത്ര വലിയ മഴ പെയ്താലും ഞാൻ ഈ മഴയത്ത് റൈഡ് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നേക്കണേ. അതേപോലെ തന്നെ അത് ഫുൾ വീഡിയോ ചെയ്യാനും ഞാനിന്ന് ഒരുക്കപാട്. എന്താ സംഭവിക്കാൻ നോക്കാം. സനു വിളിക്കുന്നുണ്ട്. എവിടെ? സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ പെരിങ്ങോട്ട് റോട്ടിലോട്ട് അല്ല ഇങ്ങോട്ട് കയറുന്നു, ഒരു കൂറ്റനാട് റോട്ടിന്. ഇവിടെ എന്നാൽ ഞാൻ അങ്ങനെ പോകണ്ടാവും. എൻ്റെ ബാക്കി ഒന്ന് ജോയിൻ ചെയ്തോ. ഇങ്ങനെ നമ്മുടെ പഴയ കാല പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ നാട്ടിലൂടെ ഇങ്ങനെ പതിയെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. അതൊരു ഫീലായിരുന്നു എൻ്റെ അളിയാ. വെറുതെ ചായ കുടിക്കാൻ പോയതാ. എടാ ബൈക്ക് മാറ്റി വെക്കടാ, പെട്രോള് കളയലടാ. സൈക്കിൾ എടുത്ത് ഇറങ്ങടാ. നേരം മുളകുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ കോമഡി ആയിട്ട് ഇറങ്ങിക്കുക. തീർത്താല പോവാം. വെള്ളിയാങ്കല്ല് അവിടെ നല്ല മൊരിഞ്ഞ പഴംപൊരിയും ചായയും കിട്ടും. വണ്ടി വെട്ടിച്ചേ. ഇതുമല്ല അതിന് മേലെ എങ്ങനെ കൈ പിടിക്കട്ടെ. കമോണ്ടറാ ഡേ. ഓൾ ഇന്ത്യ റൈഡിന് പലരും പറഞ്ഞു ഞാൻ സൈക്കിൾ ലോറി കയറ്റിക്കൊണ്ടേതാണ് അങ്ങനെയാണ്. പക്ഷെ ചില സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെള്ളപ്പൊക്കം, മഞ്ഞ് വീഴ്ച, അങ്ങനത്തെ ചില സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
കൂടുതലും ഈ പരിപാടിയായിരുന്നു. ലോറിയുടെ ബാക്കിൽ, ട്രാക്ടറിൻ്റെ ബാക്കിൽ. ട്രാക്ടർ ആകുമ്പോൾ കുഴപ്പമില്ല, വലിയ സ്പീഡ് ഉണ്ടാവില്ല. അതുപോലെ ചെറിയ ബാറ്ററി ഓടിച്ചാലൊക്കെ ഉണ്ടാവില്ല. പിന്നെ ചില വണ്ടിക്കാർ നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടേ പാവല്ലേന്ന് പറഞ്ഞ് സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ തരും. മണാലി ടു ലേ വരെ എൻ്റെ അന്നത്തെ ട്രിപ്പിൽ പകുതിക്ക് വെച്ച് മുടങ്ങിയൊരു സംഭവമാണ്. ലേ, കർദുങ്കല, പിന്നെ എന്താ പറയുക, കാർഗിൽ, ആ ഭാഗങ്ങളിലൊന്നും ഞാൻ സൈക്കിൾ കൊണ്ട് എത്തിയില്ല. റോത്തംബാസ് വരെ എത്തിയുള്ളൂ. അതൊന്ന് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ്. അപ്പോൾ സെറ്റ് ഗായ്സ്. അപ്പോൾ നമ്മളടുത്ത് ലേ, മണാലി ടു ലേ കാർഗിൽ. അതൊരു വലിയ കുറേ കാലത്തെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക്കാണ്. ഇനി ഇതേ നമ്മൾ തൃത്താല പാലത്തിൻ്റെ അടുത്തേക്ക് തറയി. ഇവിടെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് ചായയും കടിയും പിന്നെന്താ ബാക്കി പുഴയും നല്ല അടിപൊളി ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ അതൊക്കെ പറഞ്ഞൊരു ചായക്കട തുറന്നില്ലേ? ഇതൊരു ചായക്കടയാണ്. ഇവിടെ അങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പഴംപൊരിയും പരിപ്പോടൊക്കെ ഇങ്ങനെ പൊരിച്ചിടും. നമുക്ക് ചായ കുടിക്കാം. ഞാൻ വെറുതെ ഒന്ന് അവിടെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. അല്ല അവിടുത്തെ ഇവിടുത്തെ അത്ര പോരാ. ഇവിടെ നല്ല മുരിഞ്ഞ പഴംപൊരി കിട്ടും. നല്ല കൊഴുത്ത സാധനം. പ്രകൃതി കണ്ടിട്ട് അങ്ങോട്ട് വരാമല്ലോ. അതാ കണ്ടാവോ ചൂണ്ടിടുന്നു ചേട്ടന്മാർ ചൂണ്ടിടുന്നു, വലയിടുന്നു. ആണല്ലോ, നല്ല വെള്ളമാണ് കേട്ടോ. കുത്തി ഒലിക്കുന്ന വെള്ളം നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? മോനെ എന്താ വിഷ്വൽ ബ്യൂട്ടിയാ നോക്കിയേ. നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം കേട്ടോ. ഞാൻ പാട്ടിൽ തേൻ തുള്ളി പോലെ നാടിയായി ഞാൻ ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുന്നത് സേഫ് അല്ല. ഏതെങ്കിലും സ്ലാബ് പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരെ താഴോട്ട് എത്തും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ നാടാണ്. അയ്യോ, നമ്മൾ വേണം നമ്മളെ സൂക്ഷിക്കാൻ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ലാ 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 ലാ. പഴംപൊരി വേണോ? ചായ വേണോ? പഴംപൊരി വേണ്ട? അബൂക്കും പരിപ്പ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ വീഡിയോ ചെയ്തത് ദേ ഈ ഒരു ഐറ്റം ആയിട്ടാണ്. Insta360 1x2. അപ്പോൾ ഈ ഒരു മുതൽ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ ഒരു ഇടിവെട്ട് സാധനം നമ്മൾ Insta360 വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ട്രയൽസ് ഓഫ് SR, അതുപോലെ കുക്ക് വിത്ത് OT. അപ്പോൾ ഈ കുക്ക് വിത്ത് OT ഞാനൊരു ചെറിയ ചേഞ്ചസ് വരുത്താൻ പോകുന്നുണ്ട്. ഓൾറെഡി 3 എപ്പിസോഡ് കുക്ക് വിത്ത് OT ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡും വരാനുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പേരും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതികളൊക്കെ മാറ്റി. കാരണം 4 എപ്പിസോഡ് ചെയ്തപ്പോഴാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗിങ്ങിൻ്റെ ഒരു മഹാ അവസരങ്ങൾ. നല്ലൊരു പരിപാടിയല്ലേ? വൈകുന്നേരങ്ങളിൽ ക്യാമറയൊക്കെ എടുത്ത് പോയി ഒരു സ്ഥലത്ത് പോയി ഫുഡ് റിവ്യൂവും കാര്യങ്ങളും വീഡിയോ ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു എന്താ പറയുക, ശരീരം ഒന്ന് നന്നാക്കാൻ കിട്ടിയ ഒരു ചാൻസ് കൂടിയാണ്. അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതുണ്ടാവും. അതിൻ്റെ കൂടെ
നമ്മുടെ ഈ ഒരു Insta360 വെച്ചിട്ട് ഒരു ഇടിവെട്ട് സാധനം വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഈ ഒരു ക്ലിപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ന് ഈ ഒരു ക്യാമറയിലെ വിശേഷങ്ങളും ആ ഒരു സാധ്യതകൾ, ഇന്നത്തെ ഈ ഒരു ക്യാമറ വെച്ചിട്ടുള്ള സാധ്യതകളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. ഇതാണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്. എത്ര മണിക്കാണ് ഓപ്പൺ ആക്കുക? ടിക്കറ്റ് റേറ്റൊക്കെ ഉണ്ടോ? 220 രൂപ, കുട്ടികൾക്ക് 10 രൂപ. ഈ ഭാഗത്തു നിന്ന് ആരും മീൻ പിടിക്കണില്ല. ഞാനേ ഈ മരം കണ്ടപ്പോൾ ഇവിടെ ആരോ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് മീൻ പിടിക്കാനോ എന്ന് കരുതി അവിടെ നിന്ന് നോക്കിയപ്പോൾ അമ്മോ, കമോൺ. സംഗീലും ഇരവിയാറ്റിലും പാടാ. 1 2 ഓ 2 കണ്ടോ. ഞാൻ വിചാരിച്ചു ഇജ്ജു ആ കല്ലോടെ പോയത്. 2 തന്നെ ഉള്ളൂ. സാധനം കുറച്ച് പൊന്തിയതുള്ളൂ. അത് പരന്ന കല്ലാണെങ്കിൽ പൊന്തും. എന്ത് 2 കുത്തൻ്റെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. 1 2 3 4 ഇനി എന്താ അടുത്ത പരിപാടി? ഇവിടെ നമ്മൾ വിചാരിച്ചത്ര വൈബില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മഴയൊക്കെ ആയിട്ട് ആൾക്കാർ വലയും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് അലേർട്ടുള്ളതാണല്ലേ. അത് ശരിക്കും അങ്ങനെ ഇന്നൊന്നും ഈ വഴിക്കൊന്നും വരാൻ പാടില്ലല്ലേ. ഇതൊക്കെ ഏത് സമയത്തും വെള്ളം പൊന്താവുന്ന ഏരിയാസും കൂടിയാണ്. അപ്പം നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. എസ്കേപ്പ്. KWA പട്ടിത്തറ പമ്പ് ഹൗസ്. അപ്പോൾ നമുക്ക് പമ്പ് ഹൗസിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ ഭാഗത്ത് ഇതുപോലെ കുറേ ഗവൺമെൻറ് പ്രോപ്പർട്ടികൾ, ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ അനാഥമായി കിടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞൂടാ. ഹലോ, നിങ്ങൾ എവിടെ കറങ്ങി വന്നാലും നിങ്ങളാണല്ലോ. എനിക്ക് ഇവിടുന്ന് ചാടിയിട്ട് അതിന് മേലെ കയറിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഇവിടുന്ന് ക്യാമറ അങ്ങ് ഇട്ടുതരും. അപ്പോൾ ഈ അവിടുന്ന് പിടിക്കുക. അപ്പോൾ അത് നല്ലൊരു കിടിലൻ ഷോട്ടാവും. ഇവിടുന്ന് ഇങ്ങനെ നീന്തിയിട്ടേക്ക് കയറിക്കോ. ഈടാ, അപ്പോൾ ഇവിടുന്ന് ആരാ ഇട്ടുതരാ? വേണ്ട, ഞാനല്ലേ ഈ ഐഡിയ ആദ്യം പറഞ്ഞേ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടികൾ എന്താണെന്നുള്ളത് നോക്കാം. കണ്ടറിയണം സഹോ. ആഹാ, പമ്പ് ഹൗസിനുള്ളിലത്തെ വിശേഷങ്ങൾ ഇതാണ് അവസ്ഥ. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാർ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇത് ഇങ്ങനെ തീമ്പെടുത്ത് കിടക്കുന്നത്. ഇതെന്താടാ സാധനം? നെല്ലിക്ക പോലത്തെ ഒരു വലിയ സാധനം. ഇതുവരെ കണ്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ ഒരു ഒറ്റ ക്യാമറയിൽ സെൽഫായിട്ട് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതൊന്ന് കിട്ടിയപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ക്യാമറയാണ്. നമുക്കിതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം. വേറെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഉടനെ തന്നെ ആ ഒരു പ്രോഗ്രാം കൂടി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പ്രഭാത ഭക്ഷണം എന്താ കഴിക്കുക? പ്രാതൽ. ആ, ഇന്ന് നല്ലൊരു കടയിലോട്ട് വിടും. നല്ലൊരു സൂപ്പർ സ്ഥലമായിക്കോട്ടെ. നല്ല ചൂട് ആവി പറക്കണ പുട്ടും കൊതിപ്പിക്കണം ചേട്ടാ. എനിക്ക് മേടിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പണിയുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടീസും കൂടി ആവട്ടെ.
പയ്യെ തളർന്നു. ഞാൻ ബൈക്ക് ഓടിക്കാം. സനുവിന് അഭ്യാസം. കമോൺ പൊളിക്ക്. പതിയെ ഓട്ടിയാൽ മതി. പെട്ടെ 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 പെട്ടെ. അടുത്ത് നല്ല ചായക്കട ഇടാൻ നിർത്തിക്കോ. പക്ഷെ നല്ല നമ്മൾ വിചാരിച്ച ആ ഒരു നൊസ്റ്റാൾജിക് സ്ഥലങ്ങളൊന്നും കാണാനില്ല. പോട്ടെ. ഇത് ഇനി നമ്മൾ എവിടെ തിരി നിർത്തുള്ളൂ അറിയോ? ഇത് തുടക്കമാണ് കേട്ടോ. ഓക്കെ ബൈ. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ ആശ കൊടുക്കാന്ന് പറഞ്ഞത്. ബൈ ബൈ. ഈ വളരെ ഫാസ്റ്റ് ആണല്ലോ. എത്ര പെട്ടെന്ന് അങ്ങോട്ട് എത്തി? ഭയങ്കര ഇതാ. കുറ്റമില്ലാതെ നല്ല വല്ലതും പറയണ്ട. രണ്ട് നല്ല വാക്കൂടെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അവസാനം എനിക്ക് ഒഴിവാക്കി എൻ്റെ കൈ തരണോ? അതല്ലേ ഒരു രക്ഷയില്ല മോനെ. ചവിട്ടിക്കോ. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്. ഞാനേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെടച്ചുവിട്ടിട്ട് പോന്നു. കുറച്ചേരം ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ട്. എനക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അതേ എന്താ ചിറ്റാ, നമ്മൾ കുറെ കാലം റൈഡ് ആയിട്ടാടാ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ കാൽവേദനയും ആ ഒരു ക്ഷീണമൊന്നും അറിയില്ല. നമ്മളിങ്ങനെ പിന്നെ വെച്ചാൽ കുറേ കാലം ചെയ്യാതെ ചായ പിടിക്കാം. കമോൺ. അവസാനത്തെ പരിപാടിയിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇതോടെ നമ്മുടെ പരിപാടി അവസാനം. ചേട്ടന്മാരെ എല്ലാവരും നല്ല. ചേട്ടാ എന്താ കഴിക്കാനുള്ളത്? അയ്യോ, ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, പരിപ്പ് വടയുണ്ട്, വടയുണ്ട്. അങ്ങനെ തനിനാടനിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചു. സനു ഇനി എന്താ പരിപാടി? ഞാൻ വീട്ടിൽ പോലെ ഞാൻ പോട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഒരു കിടിലൻ ബട്ടർഫ്ലൈ ഷോട്ടും കൂടി ഉണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ.